ഇതാണ് നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പം ഒരു സെൻറ്റിൽ നമുക്ക് ഒരു 1000 മീൻ വരെ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് വരാൽ കൃഷി. നല്ല ആഴമുള്ള കുളമായിരിക്കുന്നത് മാത്രം. അപ്പോൾ വരാൽ കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുന്ന ഒരു കൃഷിയാണ് വരാൽ കൃഷി. വരാൽ നമുക്ക് ചെയ്യേണ്ട രീതിയിൽ വേണം നമ്മൾ ഈ കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കൃഷി ലാഭകരമായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു 10 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 10-15 ലക്ഷം രൂപ നമുക്ക് കൃഷി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വാഴ കൃഷി. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ യാതൊരുവിധ തീറ്റയും കൊടുക്കണ്ട, നാച്ചുറൽ ഫോണ്ടിൽ വെറുതെ ഇട്ടാൽ മതി. വീണ്ടും വീണ്ടും റീപ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. കരിമീൻ എങ്ങനെ പോയാലും 500 രൂപ വിലയുണ്ട്, ചില സ്ഥലങ്ങളിൽ 700 വരെ കരിമീൻ വിലയുണ്ട് റീറ്റെയിൽ. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ സ്റ്റാർട്ടർ തീറ്റയ്ക്ക് ശേഷം അല്ലെങ്കിൽ കമ്പനി തീറ്റ കൊടുത്തതിന് ശേഷം കൈത്തീറ്റ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മൾ വിളിക്കാം. ഇപ്പോൾ ഒരു കുളമുണ്ട്, എത്ര കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അവിടെ എത്തുന്നുണ്ടായിരിക്കും. ഇത് മീനുകൾക്ക് നിൽക്കാനുള്ള വെള്ളം മാത്രം മതി ഇതില്ലേ. ഇപ്പോൾ കണ്ട ഈ കവർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ 3/4 ഭാഗത്തോളം എയറാണ്, ഓക്സിജനാണ്. ഇതിൽ 1/4 ഭാഗം മാത്രം വെള്ളം മതി. ഇതാണ് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് കാർപ്പ്. ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി പുല്ല് വരെ ഒരു ദിവസം തിന്ന് തീർക്കാൻ കഴിവുള്ളൊരു മത്സ്യം കൂടിയാണ്. ഗൗരാമി എന്ന് പറഞ്ഞ മീനാണ്, ആൽബിന വെറൈറ്റിയിൽ വരുന്ന മീനാണ്. ഇത് ചേമ്പിൻ്റെ ഇല, തവിട്, പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിച്ച് വലുതാവുന്ന മീനാണ്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം, ഇന്ത്യക്ക് പുറത്തും കുഞ്ഞുങ്ങൾ എത്തിച്ചേരാൻ നമ്മൾ തയ്യാറാണ്. നമസ്കാരം, എൻ്റെ പേര് അനൂപ് എന്നാണ്, അനൂപ് മേക്കര. എൻ്റെ വീട് ഇവിടെ തൃശ്ശൂർ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, മണ്ണുത്തിക്ക് അടുത്താണ് ഈ പട്ടിക്കാട്. അപ്പോൾ ഞാൻ ഫിഷറീസിൽ അക്വാകൾച്ചർ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക്, അല്ലെങ്കിൽ നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. അങ്ങനെ നല്ല മത്സ്യക്കുഞ്ഞുങ്ങളെ കർഷകർക്ക് കരിമീൻ, വാള അതുപോലുള്ള ഹൈബ്രിഡ് മത്സ്യങ്ങൾ എങ്ങനെ ലാഭകരമായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കൃഷി രീതികൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ആശയമായിട്ട് ഞാൻ നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഹാച്ചറി ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ തുടക്കം. എൻ്റെ ഫാമിൻ്റെ പേര് മേക്കര ഫിഷ് ഹാച്ചറി എന്നാണ്. മണ്ണുത്തിക്ക് അടുത്ത് തെക്കുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും മത്സ്യക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മത്സ്യകൃഷി ചെയ്യുന്നതുമായി അനുബന്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കോ നമ്മളായിട്ട് വിളിക്കാം. പക്ഷേ അപ്പോൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഒരു സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ട്രെയിനിങ് എടുത്തു തരാം എല്ലാവർക്കും. അപ്പോൾ അതുമായി ട്രെയിനിങ്ങിന് ചെറിയൊരു ഫീസും കൂടി നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒരു സൂം മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് നമുക്കൊരു 1-1.5 മണിക്കൂറത്തെ സെഷൻ എങ്ങനെ ലാഭകരമായിട്ട് കൃഷി ചെയ്യാം, അതായത് വാഴക്കൃഷി ആയിക്കോട്ടെ, കരിമീൻ കൃഷി ആയിക്കോട്ടെ, ആസാം വാള അല്ലെങ്കിൽ വരാൽ, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ തീറ്റ കോസ്റ്റ് കുറച്ചുകൊണ്ട് വേണം കൃഷി ചെയ്യാനായിട്ട്. അതായത് വരാൽ കൃഷി നമ്മുടെ ഇന്നത്തെ കൃഷിയുടെ ഒരു ഇതറിയാലോ, ചിലവ് ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് കൃഷി ഇന്ന് ചെറിയ നഷ്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ സ്റ്റാർട്ടർ തീറ്റയ്ക്ക് ശേഷം അല്ലെങ്കിൽ കമ്പനി തീറ്റ കൊടുത്തതിന് ശേഷം കൈത്തീറ്റ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിനുശേഷം നമുക്ക് ഇത് ലാഭകരമായിട്ട് വരും. അതായത് വാഴക്കൃഷിയിൽ നമുക്ക് പറയാനുള്ളതാണെങ്കിൽ നമ്മൾ ഫുഡ് വേസ്റ്റ്, അതായത് കോഴി വേസ്റ്റ് അല്ലെങ്കിൽ ഹോട്ടൽ വേസ്റ്റ്, അങ്ങനെ അനുബന്ധമായിട്ടുള്ള ബേക്കറി വേസ്റ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് വേണം നമുക്ക് വാഴക്കൃഷി ചെയ്യാനായിട്ട്. അതേപോലെ തന്നെയാണ് കരിമീൻ കൃഷി. കരിമീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ കരിമീൻ ഒരു വട്ടം നമ്മൾ വിത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വീണ്ടും വിത്ത് നിക്ഷേപിക്കാൻ പറ്റുക, അല്ലെങ്കിൽ വീണ്ടും റീപ്രൊഡക്ഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യക്കുഞ്ഞുങ്ങൾ കൂടിയാണ് കരിമീൻ. ഒരു വട്ടം നമ്മൾ ഈ കൃഷി നിക്ഷേപിച്ച് കഴിഞ്ഞാൽ വളരെ ഗ്രോത്തിൽ കരിമീൻ ഒരുപാട് കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്ത് ഇറങ്ങും. അപ്പം നമുക്ക് തവിട്, പിണ്ണാക്ക്, ചാണകം അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം മതി കരിമീനിൻ്റെ ഭക്ഷണത്തിന്. അപ്പം നമുക്ക് ചെറിയ ചെറിയ കുളങ്ങളിൽ വരെ കരിമീൻ വളർത്താം ധാരാളമായിട്ട്. നമുക്ക് ഫ്രഷ് വാട്ടർ കരിമീൻ നമ്മുടെ അടുത്തുണ്ട്. കുഞ്ഞുങ്ങൾ എവിടെ വേണമെങ്കിലും നിങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ചെറിയൊരു ഡെലിവറി ചാർജും കൂടി നമ്മൾ ഈടാക്കുന്നുണ്ട്. അത് നിങ്ങൾ തരാൻ തയ്യാറാവണം. അപ്പോൾ നിങ്ങളിന്നിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തില്ല, നിങ്ങൾ അടുത്തുള്ള ഹൈവേ ഡെലിവറി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയട്ടെ. അതുപോലെ വരാൽ കുഞ്ഞുങ്ങൾ നമുക്ക് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ചെറിയ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. അതായത് വലിയ കുഞ്ഞുങ്ങൾക്ക് അതിനനുസരിച്ചുള്ള റേറ്റ് ഉണ്ടാവും. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 3.50 നമുക്ക് കുഞ്ഞുങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്ന ആൾക്കാർക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പം എല്ലാവർക്കും നമ്മളെ കുഞ്ഞുങ്ങളെടുക്കാവും താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം, ഇതുമായിട്ട് സംശയങ്ങളുള്ള ആൾക്കാർക്ക് വിളിക്കാം. പക്ഷേ സംശയങ്ങൾ ഫോണിൽ കൂടെ നമുക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്താ വെച്ചാൽ ഒരു സൂം മീറ്റിങ്ങോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ നിങ്ങൾക്ക്
വേണ്ടിയിട്ടുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാരും മത്സ്യകൃഷി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ തീറ്റ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായിട്ടുള്ള പ്രോട്ടീനായിട്ടുള്ള പൗഡറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തീറ്റ കൊടുത്തിട്ടാണ് നമ്മൾ അതിന് കിലോയ്ക്ക് എങ്ങനെ പോലും ഒരു 55-60 രൂപയാണ് നമ്മുടെ ഈ വരാലിൻ്റെ ഫീഡിന് റേറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ മത്സ്യകൃഷി എങ്ങനെ പോലും ഒരു കിലോന് 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് 250 രൂപ വരാലിന് കിട്ടുകയാണെങ്കിൽ പോലും 150 രൂപ നിങ്ങളുടെ പ്രോഫിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 10,000 മീലിൽ തന്നെ നിങ്ങൾക്ക് 15 ലക്ഷം രൂപ പ്രോഫിറ്റായി. മനസ്സിലായോ? അപ്പോൾ 10,000 മീൽ ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് 15 സെൻറ്റ് സ്ഥലമാണ് വേണ്ടത്. 15 സെൻറ്റ് സ്ഥലത്തിലുണ്ടെങ്കിൽ നമുക്കൊരു 15 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയും കൂടിയാണ് വരാൽ കൃഷി. അതുപോലെ തന്നെ വാളയും അതുപോലെ തന്നെ ഒരു കൃഷിയാണ്. വാളയ്ക്ക് നമ്മൾ തന്നെ തിരിച്ചെടുക്കേണ്ട വാള, അതായത് കിലോന് 70 രൂപ മുതൽ 80 രൂപ വരെ നമ്മൾ തിരിച്ചെടുക്കുന്ന റേറ്റാണ്. 1 കിലോ വാളയുടെ സൈസ് ഒരു 1.5 കിലോ 2 കിലോ വേണമെന്നുണ്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ മത്സ്യകൃഷി പരാജയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മത്സ്യകൃഷി മുന്നോട്ട് പോകാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ വിളിക്കാം. ഇതെങ്ങനെ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ഞാൻ വ്യക്തമായിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും. കൺസൾട്ടേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് സൈറ്റിൽ വന്ന്. അപ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ ഫീ തന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങളുടെ സൈറ്റിൽ വന്ന് നമ്മൾ കൺസൾട്ട് ചെയ്ത് തരും. എങ്ങനെ നമുക്ക് ഒരുപാട് ജലാശയങ്ങൾ നമ്മുടെ നാട്ടിൽ കെട്ടിക്കിടക്കുകയാണ്, അതിലൊന്നും ആൾക്കാർ ഉപയോഗിക്കണില്ല. അതെന്ന് വെച്ചാൽ ഒരേക്കറിൽ നമുക്ക് വാഴക്കൃഷിയാണെങ്കിൽ നമുക്കൊരു 30,000 അല്ലെങ്കിൽ 25,000 വാഴക്കൃഷി നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ലക്ഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് പറയുന്നത് കാരണം വെച്ചാൽ വാള എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് സൈസ് പറഞ്ഞ മീനാണ്. ഒരെണ്ണം ഒരു 3 കിലോ 5 കിലോ ഒക്കെ വരും. അപ്പം അതിൻ്റെ ഗ്രോത്ത് തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം. അപ്പം ഇതിൻ്റെ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് ഒരു സെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ഏക്കറിൽ നമ്മൾ എത്ര ഇടണം, എന്തൊക്കെ തരം തീറ്റ കൊടുത്താലാണ് ഇത് ലാഭകരമാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ കൃഷി നമ്മൾ വിചാരിക്കുന്ന പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു 40 സെൻറ്റ് കുളത്തിൽ നമ്മൾ വരാൽ ചെയ്യാൻ പോകണം. ഏകദേശം ഒരു 25,000 വരാൽ അല്ലെങ്കിൽ 30,000 വരാൽ നമ്മൾ നിക്ഷേപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ആഴം കുറവാണ്, അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഡെൻസിറ്റി കുറയ്ക്കണത്. ആഴത്തിനനുസരിച്ച് വരാൽ നമുക്ക് വേണമെങ്കിൽ 40,000 ആക്കി ഇടാൻ പറ്റും, നല്ല ആഴമുള്ള കുളമാണെങ്കിൽ. അത് ക്യൂബിക് മീറ്ററിൽ വേണം അതിനെ കണക്കാക്കിയിട്ട് ഇടാൻ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കുളം കാണിച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ അത്രയും മീനാണ് നിക്ഷേപിച്ചിട്ട് നമുക്ക് അടുത്ത ഹാർവെസ്റ്റിംഗ് വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണത് എത്രയാണെന്നുള്ളത്. നമ്മുടെ തന്നെ ഒരു കുളം തന്നെയാണ്, നമ്മുടെ നാച്ചുറൽ കുളമാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലപരിമിതികളുള്ള ചെറിയ കുളങ്ങളുള്ള ആൾക്കാർ നമുക്ക് എങ്ങനെ ഇത് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് വലിക്കുന്ന മത്സ്യങ്ങളെ വേണം നമ്മൾ ചെറിയ ഏരിയകളിൽ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 150 സ്ക്വയർ ഫീറ്റ് ടാങ്ക് ആയിരിക്കും. അവിടെ നമ്മൾ എങ്ങനെ കൃഷി ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ വരാൽ ചെയ്യണം. വരാൽ ചെയ്യുമ്പോൾ ഫുള്ള് തീറ്റ കൊടുത്ത് വളർത്തരുത്. തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് വരാൽ വളർത്താനായിട്ട് നമുക്ക് ബ്ലാക്ക് സോൾജിയർ മറ്റേ പുഴുക്കളെ നമുക്ക് വേസ്റ്റിൽ നിന്ന് ധാരാളമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇതിനുള്ള ഭക്ഷണമായിട്ട് കൊടുക്കാവുന്നതാണ്. ബ്ലാക്ക് സോൾജിയറിൻ്റെ നമുക്ക് പുഴുക്കളെ ഈ വരാലിന് കൊടുത്താൽ നല്ല ഹൈ പ്രോട്ടീനാണ്, പെട്ടെന്ന് വളരും. അതോടൊപ്പം തന്നെ നമ്മൾ ഇതേ പ്രോട്ടീൻ്റെ പൗഡറും അതായത് നമ്മൾ ഈ വരാൽ വളർത്താനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ നമ്മൾ ഈ സബോള ചാക്കിൽ കെട്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്ന് വന്ന് കഴിക്കാൻ പറ്റും. നമ്മൾ ഫ്ലോട്ട് ചെയ്ത് നിർത്തണം, അങ്ങനെ അത് പൗഡറാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വരാലിനെ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചെറിയ കുളങ്ങളിൽ വളർത്താനത് ആസാം വാള. അപ്പോൾ നമുക്കിവിടെ ഞാനിവിടെ ഒരു കുളം കാണിച്ചു തരാം. ഈ കുളത്തിൽ നമുക്ക് എങ്ങനെ പോലും ഒരു 5,000 വാളേനെ നമുക്ക് ഇടാൻ പറ്റും. എന്നുവെച്ചാൽ വെള്ളം നമ്മൾ കുളങ്ങൾ ചെറുതാവണമെന്ന് തൊട്ട് വെള്ളത്തിനൊരു ഫിൽട്രേഷൻ കൂടി അറേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് വെള്ളം കയറി ഇറങ്ങി പോകാവുന്ന രീതിയിൽ വേണം കൃഷി ചെയ്യാനായിട്ട്. വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ തീറ്റ, അതായത് നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. ഏത് കുളത്തിലായാലും ടാങ്കിലായാലും തീറ്റ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് വെള്ളം പൊല്യൂട്ടഡ് ആവും. വെള്ളം പൊല്യൂട്ടഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ തീറ്റ എടുക്കൽ കുറയും. അപ്പോഴാണ് മീനിന് വളർച്ച കിട്ടാണ്ടാവുന്നത്. അല്ലാണ്ട് നമുക്ക് എത്ര ചെറിയ കുളത്തിലും മീൻ ഹൈ ഡെൻസിറ്റിയിൽ വളർത്താൻ പറ്റും. അവിടെ നമ്മളെന്താ വെച്ചാൽ കറക്റ്റായിട്ട് വെള്ളം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് വെള്ളം ഫിൽട്ടർ ആവുക. അപ്പോൾ അതിൽ നമ്മൾ തീറ്റയിടുമ്പോൾ മീനിന് നല്ല ഗ്രോത്ത് ഉണ്ടാവും. അതായത് 1 കിലോ വളരുന്ന മീൻ 1 കിലോയായി മാറും. അങ്ങനെയാണ് മീനിന് ഗ്രോത്ത് ഉണ്ടാവുന്നത്. ഇപ്പോൾ പലരും പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ കുളങ്ങളിൽ ഇടുമ്പോൾ വളരണില്ല എന്ന്. അതിന് കാരണം എന്താ വെച്ചാൽ വെള്ളം പൊല്യൂട്ടഡ് ആവണം. നമ്മൾ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൊണ്ട് കുറച്ച് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നാശമാവും. എന്നാലും ഒരു കുളത്തിൽ, വലിയൊരു കുളത്തിലാണ് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നാശമില്ല, വെള്ളം ഡെൻസിറ്റി കിടക്കുകയാണ്. അതേപോലെയാണ് ചെറിയ കുളങ്ങളിൽ നമ്മൾ തീറ്റയിടുമ്പോൾ അല്ലെങ്കിൽ ടാങ്കുകളിൽ വളർച്ച കുറഞ്ഞതിൻ്റെ മെയിൻ കാരണം വെള്ളം ശ്രദ്ധിക്കുക. വെള്ളം നല്ല ക്ലിയർ ആയിരിക്കണം. ജസ്റ്റ് നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളൊരു
ഒരേക്കർ പോണ്ടാണെന്ന് വയ്ക്കാം. നമുക്ക് വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് വാള വളർത്തുന്നൊരു രീതി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒരു 30,000 വാളേനെ നമ്മൾ നിക്ഷേപിച്ചെന്ന് വയ്ക്കാം. അപ്പോൾ 30,000 വാള നമുക്കൊരു 30,000 കിലോ പ്രതീക്ഷിക്കാം. എല്ലാ മീനും ഒരേ സൈസ് ആയിരിക്കില്ല. ചിലത് 1/2 കിലോ ഉണ്ടാവും, ചിലത് 1.5 കിലോ ഉണ്ടാവും, ചിലത് 3 കിലോ ഉണ്ടാവും. ആവറേജ് എടുക്കുമ്പോൾ ഒരു 30,000 കിലോ നിങ്ങൾക്ക് സുഖമായിട്ട് പ്രതീക്ഷിക്കാം. എങ്ങനെ പോയാലും നമുക്കൊരു 21 ലക്ഷം രൂപ പ്രോഫിറ്റാണ്. നമുക്കൊരു 8 മാസം മുതൽ 10 മാസം വരെ സമയമെടുക്കും വാഴക്കൃഷി. ഒരു 10 മാസം കൊണ്ട് തന്നെ നമുക്കൊരു 10-15 ലക്ഷം രൂപ നമുക്ക് കൃഷി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് വാഴക്കൃഷി. ഇപ്പം നമ്മുടെ ഈ ഒരു ടാങ്കിൽ വരാലിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള സൈസ് ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത്രയും തീരെ ചെറിയ കുഞ്ഞുങ്ങൾ ഇടാണ്ട് കുറച്ച് വലിയ കുഞ്ഞുങ്ങളെ വരാൽ ഇടാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ വരാലിൽ എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങൾ ഇടുന്തോറും അവരുടെ മോർട്ടാലിറ്റി ഏറ്റവും കൂടിക്കൊണ്ടിരിക്കും. വരാൽ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം കഴിച്ച് അല്ലെങ്കിൽ പരസ്പരം തിന്ന് ജീവിക്കുന്നൊരു മത്സ്യം കൂടിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാകുമ്പോൾ നമുക്ക് അത്രയും മോർട്ടാലിറ്റി ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ നമ്മളൊരു 20% മോർട്ടാലിറ്റി വരുള്ളൂ. ഇപ്പോൾ ഒരു 100 കുഞ്ഞിടുകയാണെങ്കിൽ നമുക്കൊരു 80 കുഞ്ഞ് നമുക്ക് പിടിച്ച് കിട്ടുന്നതായിരിക്കും. കുറച്ച് വലിയ കുഞ്ഞുങ്ങളിടുമ്പോൾ തീരെ ഇപ്പോൾ എല്ലാവരും വില കുറവ് നോക്കിയിട്ട് ആരെങ്കിലും 3.5-4 രൂപ കുഞ്ഞുങ്ങൾ വാങ്ങാണ്ട് കുറച്ച് വലിയ കുഞ്ഞുങ്ങൾ ഒരു 3-3.5 ഇഞ്ച്, ഇപ്പോൾ വലിയ കുഞ്ഞുങ്ങളാണിത്, ഒരു 3-3.5 ഇഞ്ച് വരുന്ന സൈസ് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങളെ നമുക്ക് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അധികം മോർട്ടാലിറ്റി വരില്ല. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ കൊടുക്കാനായിട്ട് പ്രായമായിട്ട് നമുക്ക് ഏകദേശം ഒരു 1 ലക്ഷം 1.5 ലക്ഷം കുഞ്ഞുങ്ങളുണ്ട്. അതായത് എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമുക്കുണ്ട്. നമുക്ക് ഹാച്ചറി കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് എത്ര ലക്ഷം കുഞ്ഞുങ്ങൾ വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും. അതായത് ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മളിപ്പോൾ ടാങ്ക് നിർമ്മിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പൈപ്പ് കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും 4 ഇഞ്ച് പൈപ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് വെള്ളം പോകാനായിട്ട് നമുക്ക് 2 ഇഞ്ചോ 3 ഇഞ്ചോ കൊടുക്കാതെ 4 ഇഞ്ച് അതിൻ്റെ എബോവ് വലിയ പൈപ്പുകൾ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം റിലീസായി പോകാനുള്ള ഇതുണ്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് വെള്ളം തടഞ്ഞിരുന്നിട്ട് വെള്ളം മര്യാദയ്ക്ക് പോവില്ല. അപ്പോൾ എന്താ വെച്ചാൽ 4 ഇഞ്ച് പൈപ്പ് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വെള്ളം റിലീസായി പോകും. ടാങ്കിൻ്റെ ചുറ്റളവ് നമുക്ക് ഇങ്ങനെ ഒരു 3 അടി കൊടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെയുള്ള നെറ്റ് വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ മീൻ പുറത്തേക്ക് ചാടി പോവില്ല. പിന്നെ നമുക്ക് ഉള്ളിൽ നെറ്റ് വെച്ച് കൊടുക്കണം, മീൻ കുഞ്ഞുങ്ങൾ പുറത്തേക്ക് പോകാതിരിക്കാൻ. ഈ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ ഇതിൽ. മീൻ കുഞ്ഞുങ്ങൾ ഒരിക്കലും പുറത്തു പോവില്ല. ഇത് ഉള്ളിൽ നമ്മൾ നെറ്റ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളം മാത്രമേ ഇതിൽ പുറത്ത് പോകുള്ളൂ. അത് കഴിഞ്ഞ് ടാങ്ക് വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ടാങ്ക് നല്ല രീതിയിൽ ഇതിൻ്റെ സെഡിമെൻറ്റ്സ് മുഴുവൻ പോണ രീതിയിൽ വൃത്തിയായിട്ട് കഴുകി കൊടുക്കണം. അപ്പോൾ മാത്രം മീനിന് നല്ല ഗ്രോത്തും കാര്യങ്ങളും ഉണ്ടാവുള്ളൂ, മീൻ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ഇതിപ്പോൾ കരിമീൻ്റെ ടാങ്കാണ്. നമുക്ക് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൽ കാണിച്ചു തരാം. ടാങ്ക് വാഷ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ടാങ്ക് വാഷ് ചെയ്യുന്നതാണ്. ഇതുപോലെ നമ്മൾ അടിച്ചിങ്ങനെ കഴുകി ഈ സെഡിമെൻറ്റ്സ് മുഴുവൻ വാഷ് ചെയ്ത് വിടണം. പലരും ഈ ടാങ്ക് നിർമ്മിക്കുമ്പോൾ ഇത് ചെയ്യില്ല. അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം പോകാനുള്ള സോഴ്സ് ഇല്ല. ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ കുഴി കൊടുക്കുക, നെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ക്ലീനായി ടാങ്ക് സെറ്റായി. മറ്റേന്ന് വെച്ചാൽ ഇത് നമ്മൾ മോട്ടർ അടിച്ച് പുറത്തേക്ക് കളയാനും വെള്ളത്തിൽ നിന്ന് കോരി കളയാനും മീൻ ഡാമേജ് ആവും. മീൻ ആ ഒരു ക്വാളിറ്റി കിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഇനി ക്വാളിറ്റി ഉള്ളതെന്ന് വെച്ചാൽ കണ്ട ഈ സെഡിമെൻറ്റ്സ് നിൽക്കണില്ലല്ലോ. കരിമീൻ്റെ ഒരു കൃഷിയെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ നാച്ചുറലായിട്ട്, അതായത് നാടൻ കരിമീൻ കുഞ്ഞുങ്ങളാണ്. നാടൻ, അതായത് ഫ്രഷ് വാട്ടർ കരിമീൻ എന്ന് പറയും. കണ്ടല്ലേ, ഏകദേശം 2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. നല്ല അട്ടിപ്പം കുഞ്ഞുങ്ങളാണ്, നല്ല ബെസ്റ്റ് കുഞ്ഞുങ്ങൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ യാതൊരുവിധ തീറ്റയും കൊടുക്കണ്ട, നാച്ചുറൽ ഫോണ്ടിൽ വെറുതെ ഇട്ടാൽ മതി. വീണ്ടും വീണ്ടും റീപ്രൊഡക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു വട്ടം നമ്മൾ വിത്ത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കരിമീൻ അല്ലെങ്കിൽ മീനുകൾ കുഞ്ഞുങ്ങൾ ഇടണ്ട. അപ്പോൾ നമുക്ക് പലവട്ടം കുഞ്ഞുങ്ങൾ ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കർഷകരുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ കുളത്തിൽ ഇതിട്ടാൽ മതി, തനിയെ ബ്രീഡായിക്കോളും. വെറുതെ കുറച്ച് ചാണകം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവർക്ക് തീറ്റ ഇഷ്ടം പോലെ ഉണ്ടാവും അതിൽ. പിന്നെ തെങ്ങിൻ്റെ പട്ട വെട്ടിയിടുക. അപ്പം ഇതിൽ പ്ലാന്റംസ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നാച്ചുറലായിട്ടുള്ള ഫുഡ് ഇവർക്ക് ഇഷ്ടം പോലെ പ്രൊഡ്യൂസ് ചെയ്യും. തെങ്ങിൻപട്ട മൊത്തം താന്നു പോരുത് വെള്ളത്തിൽ. ഒരു 2-3 അടി മാത്രം താന്ന് നിൽക്കുന്ന രീതിയിൽ വേണം പട്ട ഇടാനായിട്ട്. എന്നുവെച്ചാൽ പട്ടയിൽ സൂര്യപ്രകാശം അടിക്കണം. അപ്പോൾ മാത്രമേ ഇവർക്കുള്ള ഭക്ഷണം അതിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഇവർ ഇഷ്ട ഭക്ഷണം. അതുപോലെ ഈ കോറികളിലൊക്കെ നമുക്ക് കരിമീൻ നന്നായിട്ട് വളർത്താൻ പറ്റും. ലാർജ് സ്കെയിൽ നമ്മൾ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നമുക്ക് കിലോന് 300 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യും കരിമീൻ. അപ്പോൾ ഈ കോറികളിലൊക്കെ നമുക്ക് തീറ്റ കാശ് കൂടിയിട്ടാണല്ലോ എല്ലാ കർഷകരും മത്സ്യകൃഷിയിൽ നിന്ന് ബാക്കപ്പ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കൃഷിയാണ് കരിമീൻ. അതായത് തീറ്റ വേണ്ട, തന്നെ വലുതായിക്കോളും. കുറച്ച് തവിടും പിണ്ണാക്കും ചാണകം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മാത്രം മതി. അത് കൊടുക്കുമ്പോൾ ഒരു ഉള്ളിച്ചാക്കിൽ അല്ലെങ്കിൽ സബോള ചാക്കിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരധികം നിന്ന് കൊത്തി കഴിച്ചോളും. അത് ഒരു ദിവസത്തിൽ ഒരിക്കൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ കോറികളിൽ, അതുപോലെ ഇപ്പം ഈ ഏലം അല്ലെങ്കിൽ ഇടുക്കി സൈഡിലൊക്കെ ഒരുപാട് ഏലത്തോട്ടങ്ങളും അങ്ങനെയുള്ള കുളങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ നമുക്ക് കരിമീൻ ധാരാളമായിട്ട് വളർത്താൻ പറ്റും. നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യും കരിമീൻ. തീറ്റ കാശ് വളരെ കുറവാണ്. നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു കൃഷിയാണ് കരിമീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കരിമീൻ ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ ഏത് മാർക്കറ്റിൽ കൊണ്ടുവന്നാലും കരിമീൻ വേണ്ടാന്ന് പറയില്ല. ഓൺ ദ സ്പോട്ടിൽ തന്നെ ടകടകയെന്ന് പോകും. അങ്ങനത്തെ ഒരു മീനാണ്. എല്ലാ മാർക്കറ്റുകളിലും കരിമീൻ വളരെ സുലഭമാണ്. അല്ലെങ്കിൽ ഹോട്ടലുകളിലേക്കൊക്കെ കരിമീൻ വളരെ പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾ പിലോപ്പി ചെയ്യാനായിട്ട് നല്ലത് ഈ കരിമീൻ ചെയ്യുക. പിലോപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വില കുറവാണ്. നമുക്ക് 150 രൂപ 200 രൂപയ്ക്ക് പിലോപ്പി കിട്ടുള്ളൂ. കരിമീൻ എങ്ങനെ പോയാലും 500 രൂപ വിലയുണ്ട്. ചില സ്ഥലങ്ങളിൽ 700 വരെ കരിമീനിന് വിലയുണ്ട് റീറ്റെയിൽ. ഇപ്പോൾ പല റിസോർട്ടുകളിലേക്ക് ഡയറക്റ്റ് എടുക്കുന്ന കർഷകർ കൊടുക്കുന്നത് 700 രൂപയ്ക്കാണ് കരിമീൻ. 1 കിലോ കരിമീൻ 700 രൂപയ്ക്ക് ഡയറക്റ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് 300-350 രൂപയ്ക്ക് എടുക്കും വലിപ്പം അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക മാക്സിമം. അപ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കിട്ടും. അപ്പോൾ മാർക്കറ്റിംഗ് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൊടുക്കാം. അതുപോലെ ചെറിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ നിങ്ങൾ അപ്പം തന്നെ കരിമീൻ ചൂടപ്പം പോകണമല്ലോ പോവും, അവിടെ പോവും. അല്ലെങ്കിൽ ഒന്നും പറ്റില്ലെങ്കിൽ എന്നെ വിളിക്കാം, ഞാൻ തിരിച്ചെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും കരിമീൻ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ പ്രോഫിറ്റബിളായിട്ട് ചെയ്യണമെന്ന് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇവർക്കുള്ള തീറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്തിരിക്കും. കുളം ആദ്യം നെറ്റ് ഇടണം, ഇറാഡിക്കേഷൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് നമുക്ക് കുളത്തിൽ ചെയ്യുമ്പോൾ. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുളത്തിൽ മറ്റേ മത്സ്യങ്ങളെ കള മത്സ്യങ്ങളൊക്കെ നശിപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും കരിമീൻ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഒരു 1.5 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ, അല്ലെങ്കിൽ 2 ഇഞ്ച് 1.5-2 ഇഞ്ച് വലിപ്പമാണിത്. ഇതൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം 2 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് തീറ്റ എടുക്കുകയുള്ളൂ. അത് ചെറിയ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാതെ നോക്കുക, ഇത് ഇരിക്കുക. അതായത് 2 ഇഞ്ച് 2.5 ഇഞ്ച് ആയിക്കോട്ടെ, കുഴപ്പമില്ല. 1.5 ഇഞ്ചായാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് താഴേക്കുള്ള കരിമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാണ്ട് ഒരു 1.5 ഇഞ്ചിന് മേലേക്കുള്ള കരിമീൻ കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ല ഗ്രോത്തും ഉണ്ടാവും, അധികം മോർട്ടാലിറ്റിയും വരില്ല. ഇത് നമ്മുടെ ഒരു വലിയൊരു കുളമാണ്. ഏകദേശം ഒരു 40-45 സെൻറ്റോളം വരും. ഇതിൽ സൈഡ് നെറ്റ്, മേൽ നെറ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഗേറ്റാണ്. ഇത് നമുക്ക് അടച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ സൈഡ് നെറ്റും മേൽ നെറ്റും കറക്റ്റായിട്ട് കൊടുത്ത് കൃഷി ഇറക്കാനായിട്ട്. ഇതിൽ നമ്മൾ ഇടാൻ പോകുന്നത് വരാലാണ് ഇടാൻ പോകുന്നത്. ഇതിൽ ഏകദേശം ഒരു 35,000 അല്ലെങ്കിൽ ഒരു 30,000-ഓളം വരാൽ കുഞ്ഞുങ്ങൾ നമ്മൾ നിക്ഷേപിക്കുന്നുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് വീഡിയോ നമുക്ക് ഭാവിയിൽ കാണാം. ഇതാണ് ഗ്രാസ് കാർപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് കാർപ്പ് വെള്ളത്തിലെ പശു എന്നറിയപ്പെടുന്ന ഒരു മത്സ്യമാണ്. പുല്ല്, ചണ്ടി അങ്ങനെയുള്ള മീനുകളൊക്കെ നന്നായിട്ട് തിന്നണ ഒരു മീനാണ്. ഇപ്പോൾ കുളങ്ങളിലൊക്കെ ധാരാളം പുല്ലുള്ള കുളങ്ങളുണ്ടാവും. അവിടെയൊക്കെ ഈ മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരീരഭാരത്തിൻ്റെ 3 ഇരട്ടി പുല്ല് വരെ ഒരു ദിവസം തിന്ന് തീർക്കാൻ കഴിവുള്ളൊരു മത്സ്യം കൂടിയാണ്. ഈ മീനിൻ്റെ വിസർജനമാണ് മറ്റ് മീനുകൾക്ക് തീറ്റയായി മാറുന്നത്. അപ്പം എല്ലാ ആൾക്കാരും ഇത്തരം മീനുകൾ കുഞ്ഞുങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. കരിമീനിടുന്ന കുളത്തിൽ നമുക്ക് കുറച്ച് ഗ്രാസ് കാർപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കരിമീനിന് ഓട്ടോമാറ്റിക് ഫുഡായി മാറും. ഇതിൻ്റെ വിസർജനം കരിമീൻ കുഞ്ഞുങ്ങൾ കഴിക്കും. ഇതിന് വേറെ ഭക്ഷണമൊന്നും വേണ്ട, കുറച്ച് പുല്ലിട്ട് കൊടുത്താൽ മതി. ഗൗരാമി എന്ന് പറഞ്ഞ മീനാണ്. ആൽബിന വെറൈറ്റിയിൽ വരുന്ന മീനത്. ഇത് ചേമ്പിൻ്റെ ഇല, തവിട്, പിണ്ണാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിച്ച് വലുതാവുന്ന മീനാണ്. ഇത് ഓക്സിജൻ അന്തരീക്ഷത്തിൽ ശ്വസിക്കുന്ന മത്സ്യം കൂടിയാണ്. നമുക്ക് ചെറിയ ടാങ്കിലൊക്കെ വളർത്താൻ പറ്റുന്നൊരു മീനാണ് ഗൗരാമി. ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളെ പാക്ക് ചെയ്ത് അയക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പാക്ക് ചെയ്യുക അല്ലെങ്കിൽ അയക്കുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങൾ നമ്മൾ കവറിലേക്കാണ് നിക്ഷേപിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓക്സിജൻ ഇതിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്സിജൻ അടിക്കുന്ന ആളാണ്. ഓക്സിജൻ ഫില്ലായി. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം നാളെ നേരം വെളുക്കുന്നവരെ ഇരിക്കും.
ഇത്രയും ഓക്സിജനാണ് ഇതിലുള്ളത്. നമുക്ക് വെള്ളം കുറവ് മതി, അങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ പല ആൾക്കാരും പാക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് പകുതി വെള്ളം എടുക്കും. പകുതി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് വെള്ളം ഫ്രീ ആണ്. ഓക്സിജനാണ് കൂടുതൽ നിറയ്ക്കേണ്ടത് കവറിൽ. ഈ മീനുകൾ പരസ്പരം ഉരയാത്ത മീനുകളായതുകൊണ്ട് ഉരച്ചിൽ വരാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വഴുവഴുപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ചെടുക്കുക പാക്ക് ചെയ്യുമ്പോൾ. അതിന് ശേഷം ഓക്സിജൻ കൂട്ടിയിട്ട് ഇത്രയും നിറയ്ക്കുക. അപ്പോൾ ടൈമിങ് കൂടുതൽ കിട്ടും. അങ്ങനെ വേണം പാക്ക് ചെയ്യാനായിട്ട്. പല ആൾക്കാരും നമ്മൾ ഇത്രയും വന്ന കവറിൽ 10 ലിറ്റർ വെള്ളം വെച്ചിട്ട് പാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പാക്ക് ചെയ്യാതെ വെള്ളം ഇത് മീനുകൾക്ക് നിൽക്കാനുള്ള വെള്ളം മാത്രം മതി ഇതിൽ കണ്ടില്ലേ. ഇപ്പോൾ കണ്ട ഈ കവർ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം എയറാണ്, ഓക്സിജനാണ്. ഇതിൽ കാൽ ഭാഗം മാത്രം വെള്ളം മതി. പല ആൾക്കാരും എന്തിനാ വെള്ളം കുറച്ചുകൂടി വെള്ളം നിറയ്ക്കിയെന്ന് പറയും. ഇത്രയും വെള്ളമൊക്കെ നിറച്ചിട്ട് വേണം പാക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ പകുതി വെള്ളമായാലും ഇതിന് മതി, ധാരാളമാണ്. അങ്ങനെ വേണം പാക്ക് ചെയ്യാനായിട്ട്. ഉണ്ടല്ലേ. അപ്പോൾ ഇത് 5 മണിക്കൂർ ഇരിക്കുന്നത് 10 മണിക്കൂറായി മാറും. ഈ ഓക്സിജനിലാണ് ഇവരെ ലൈഫ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇതിൻ്റെ തീരുമ്പോൾ ഇവരെ ലൈഫും തീരും. അങ്ങനെ വേണം പാക്ക് ചെയ്യാനായിട്ട്. വണ്ടിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് കവറ് ഇതേപോലെ ഇങ്ങനെ തന്നെ വെക്കണം. ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ വണ്ടിയിൽ വെക്കരുത്, ഇത് കൺജസ്റ്റഡ് ആവും. ഇങ്ങനെ വേണം വണ്ടിയിൽ വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യുന്ന കവറിലായിക്കോട്ടെ, നമുക്ക് ഇങ്ങനെ വേണം പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ആക്കും. കണ്ടില്ലേ, ഇങ്ങനെ വെച്ച് നമ്മളിത് സ്റ്റിക്കർ ചെയ്യും. നമ്മുടെ ലേബലാണ്. ഇവിടെ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സും പേരും എഴുതുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ ബസ്സിലോ അതുപോലെ കൊറിയറായിട്ടോ നിങ്ങൾക്ക് അവിടെ എത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി പറഞ്ഞു തരാനുള്ളത് മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മൾ തരുന്നതോടൊപ്പം നമുക്ക് എങ്ങനെ വിപണനം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരിക്കും. നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വരാല്, വാള, നമ്മൾ പറഞ്ഞു തരുന്ന മത്സ്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ കൂടാതെ കാണാത്ത മത്സ്യങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. എല്ലാ വളർത്തു മത്സ്യം, കട്ട്ള, അതുപോലെ കാളാഞ്ചി, അങ്ങനത്തെ മീനുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ എല്ലാവിധ കൃഷിയെക്കുറിച്ചും നമ്മളായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾ തരുന്നുണ്ടായിരിക്കും. അധികം സംശയങ്ങൾക്ക് നമ്മൾ ഫോണിലൂടെ നിർദ്ദേശം തരുന്നുണ്ടായിരിക്കില്ല. ഇനി ഒരുപാട് കോളുകൾ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നിങ്ങൾ വാട്സപ്പോ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിലൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ ട്രെയിനിങ് എടുത്ത് തരുന്നുണ്ടായിരിക്കും എങ്ങനെ മത്സ്യകൃഷി ചെയ്യണം എന്നുള്ളത്. ഓരോരുത്തർക്കും നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളവർ നമ്മൾ വിളിക്കാം. ഇപ്പോൾ ഒരു കുളമുണ്ട്, എത്ര കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കണം, അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു തരുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അവിടെ എത്തുന്നുണ്ടായിരിക്കും. തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മളവിടെ എത്തിച്ചു തരുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഡെലിവറി പൈസ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാം. ഇന്ത്യക്ക് പുറത്തും കുഞ്ഞുങ്ങളെ എത്തിച്ചേരാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തുണ്ട്, ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ പുറം രാജ്യങ്ങളിൽ കൃഷി ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അപ്പോൾ ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വരാൽ കൃഷി ചെയ്യാനുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഞാൻ തരാം. കുഞ്ഞുങ്ങളെ അവിടെ എത്തിച്ചും തരും കേട്ടോ, ഗൾഫിലായാലും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വലിയ മീനുകൾ നമുക്ക് അവിടെ എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പോൾ വലിയ മീനുകൾ നമുക്ക് ദുബായ് അല്ലെങ്കിൽ പുറം രാജ്യങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. അവിടെ നമ്മൾ ഈ മീൻ എത്തിച്ചേരാനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പോൾ വിളിക്കുക. ഓൾ ദോസ്.